ഹായ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് സാനം വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാവിലെ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ, ചെറിയ വിശേഷമായിട്ട്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് ഇവിടെ പോകണമെന്ന് അറിയത്തില്ല, പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എൻ്റെ മോളെ യൂണിഫോമിൻ്റെ സൈസ് കൊടുക്കാനുണ്ട്, അതിനു വേണ്ടി പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ചെറിയ വിശേഷമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. അപ്പുറത്തെ വീട്ടിൽ ഭയങ്കര ഒച്ചപ്പാടാണ് കേട്ടോ, അവരെന്തോ പണിയെടുക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ കണ്ടോ, അവിടെ പണി നടക്കുന്നുണ്ട്. അതിൻ്റെ സൗണ്ടും കാര്യങ്ങളാണ് കേൾക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കാണാം. വീഡിയോ നിങ്ങളെപ്പം പറയുന്നത് പോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഇപ്പുറത്ത് ജനലും തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ ഭയങ്കര പക്ഷേ തുറക്കാറില്ല കേട്ടോ, അപ്പോൾ അടിച്ചിട്ടാണ് ഇവിടെ ജസ്റ്റ് ഒരു വിൻഡോ അടിച്ചിട്ട് പോകും, വിൻഡോ തുറക്കാറില്ല. അങ്ങനത്തെ കാര്യങ്ങളാണ് ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. രാവിലെ ഇത് ഗോതമ്പ് ദോശക്കുള്ള പച്ചരിയും ഗോതമ്പ് പൊടിയുള്ള ഇങ്ങനെ അരക്കുള്ള ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് രാവിലത്തെ ബീഫ് ഫസ്റ്റ് എന്ന് പറയുന്നത് അതിനെ മൂടാതെ കുറച്ച് സമയം വേണം അരക്കാം. പണി നടക്കുന്നത് കണ്ടോ, അതാണ് പണി നടക്കുന്ന അപ്പുറത്തെ വീട്ടിൽ. എനിക്ക് സൗണ്ട് ആവുന്നുണ്ട് രാവിലെ തന്നെ, ഇതിൻ്റെ സൗണ്ട് ഞാൻ എണീറ്റത് തന്നെ. രാവിലെ പിന്നെ എണീക്കുന്ന സമയത്ത് ഒരു പനി പോലെ ലക്ഷണം ഉണ്ടായിരുന്നു. ചായ നട്ടാ ചായ സ്ട്രോങ് ചായ ആയിരുന്നു. വീഡിയോ എടുത്തിരുന്നു, പക്ഷേ വീഡിയോ പോസ്റ്റ് ഇതായില്ല കേട്ടോ. വീഡിയോയിൽ എന്തോ അടിഞ്ഞിരുന്നില്ല. ബിസ്ക്കറ്റും നല്ല ചായയാണ് കേട്ടോ. മോൾ എണീറ്റില്ല, മോൾ ഉറങ്ങുന്നുണ്ട്. അങ്ങനെ രാവിലെ ഇപ്പം നല്ല വെയിലെല്ലാം വന്നു. അപ്പോൾ ഇവിടെ നോക്കിയാൽ മുരിങ്ങൻ്റെ ലീഫ് ഒന്ന് വളർന്ന് വരുന്നത്. പക്ഷെ മുരിങ്ങ അപ്പുറം നോക്കണം, നമ്മൾ അപ്പുറത്തെ ടീച്ചർ വീട്ടിൽ മുരിങ്ങ ഇത് തന്നെ ആയിട്ടുണ്ട് കേട്ടോ. അവരൊന്നും പറിക്കാറൊന്നുമില്ല, അത് വളഞ്ഞ് വലുതായത് കായ് പോലെ ആയിട്ട്. അത് പിന്നെ ഇതിനെന്ത് ഉപയോഗിക്കാനും പറ്റില്ല. അല്ലേ, വെയിൽ വന്നു രാവിലെ. ഈ സമയത്ത് ഇവിടെ നിൽക്കാൻ പറ്റൂല കേട്ടോ, നല്ല വെയിലാണ്. ഞാൻ നിൽക്കാറേയില്ല ഈ സൈഡ്. പക്ഷെ ഞാൻ വാതിലും അങ്ങനെ വീട്ടിലുണ്ടായിക്കഴിഞ്ഞാൽ വാതിലങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കാറില്ല. രാവിലെ തന്നെ നല്ല കിളികളുടെ ശബ്ദമെല്ലാം കേൾക്കാൻ പറ്റും, കാക്കയും. ഇവിടെ കുറേ മരങ്ങളെല്ലാം ഉണ്ടല്ലോ, അതിൻ്റെ സൗണ്ടാണ്. കിളികളെല്ലാം ഇങ്ങനെ ചെറിയ പശുവിൻ്റെ മരങ്ങളെ വന്ന് ഇങ്ങനെ കുത്തിയിരിക്കും, അതിൻ്റെ സൗണ്ടാണ്. കണ്ടോ, ഇത് ഞാൻ പച്ചരിയും ഗോതമ്പനും തേങ്ങ വേണം കേട്ടോ. പിന്നെ തേങ്ങ ഇട്ടിട്ടില്ല, തേങ്ങ കുറച്ച് കൂടുതൽ ഒരു സ്മൂത്ത് പോലെ അതുകൊണ്ട് തേങ്ങ ഇട്ടില്ല കേട്ടോ. ഉപ്പിട്ടിട്ട് അരച്ചതാണ്. പിന്നെ ദോശ ചട്ടിയിലേക്ക് ഇങ്ങനെ പരത്തി കൊടുക്കുക. ഞാൻ എങ്ങനെയാണ് പരത്തുന്നത് കാട്ടിച്ചു തരാം കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കിക്കോളൂ. രാത്രി തന്നെ കുറച്ച് പച്ചരി ഗോതമ്പ്, അതായത് ഇമ്മ റെഡിമെയ്ഡ് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നതായും വെള്ളത്തിലിട്ട് വെക്കാം. രാവിലെ നമ്മൾ അങ്ങനത്തെ ഗ്രൈൻഡർ ഉണ്ടാകുന്നില്ലേ, സ്റ്റീൽ ഗ്രൈൻഡർ, അതിന് നന്നായി നല്ലൊരു പാകത്തിന് അരച്ചെടുക്കുക. നല്ലോണം വെള്ളം കൂട്ടാണ്ട് ഒരു സൈസ് ഇവിടെ അരച്ചെടുക്കുക. അരച്ചതിന് ശേഷം ഇതുപോലെ ഇത്ര ഇതുണ്ടാക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ദോശ ചട്ടിയിൽ നമ്മൾ കുട്ടി കൊടുക്കുക. പരത്തുനിന്ന് നമ്മൾ ദോശ ഉണ്ടാകും, അതുപോലെ പരത്തിയെടുത്താൽ മതി. താഴെ പണിയെടുക്കുന്നത് നല്ല ഒച്ചപ്പാടാണ് കേട്ടോ, നല്ലോണം ഒച്ചപ്പാടുന്നുണ്ട് താഴെ പണിയെടുക്കുന്നത് കൊണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചട്ടണി ആണെങ്കിൽ നല്ല മീൻ ചാറാണെങ്കിൽ കോഴി ചാറാണെങ്കിൽ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ കടലക്കറി ആണെങ്കിൽ എല്ലാ അങ്ങനെയുള്ള കറിയൊക്കെ മുട്ടക്കറിയാണ്, നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ആദ്യമൊക്കെ എൻ്റെ മോൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല, ഇപ്പോൾ എന്നോട് പറഞ്ഞു അതെല്ലാം ദോശ ഈ ദോശ തന്നെ ഉണ്ടാക്കി. നല്ല ചൂട് ദോശയാണെങ്കിൽ അവൾ നല്ലതുപോലെ തിന്നുന്നുണ്ട്.
ഞാൻ എണ്ണ നല്ലോണം പുരട്ടി കൊടുക്കണ്ട കേട്ടോ. ഞാൻ ഒറ്റൊരു തവണയാന്ന് എണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ട്. എണ്ണ പുരട്ടി കൊടുക്കല്ല കേട്ടോ. ഇതുപോലെ എടുത്ത് ചെയ്തിട്ട് എണ്ണ പുരട്ടി കൊടുത്താൽ എന്താ പറയുന്നത്, ഇങ്ങനെ ചട്ടിക്ക് നമുക്ക് ഇങ്ങനെ പരത്താൻ പറ്റൂല. എനിക്ക് അതുകൊണ്ട് എണ്ണ പുരട്ടി കൊടുക്കുന്നില്ല കേട്ടോ. എണ്ണ പുരട്ടാതെ ഇതിൻ്റെ ഒറ്റൊരു തവണ പുരട്ടി കൊടുത്താൽ മതി കണ്ടോ. എണ്ണ പുരട്ടി കൊടുക്കാതെ കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ആഞ്ഞി കിട്ടിയിട്ടുണ്ട്. പിന്നെ മുകളിലൊക്കെ എണ്ണ അങ്ങനത്തെ ഒന്നും കൊഴിച്ച് കൊടുക്കല്ല കേട്ടോ. എണ്ണ ഒന്നും തേച്ച് കൊടുക്കല്ല. ഇങ്ങനെ എടുക്കാൻ പറ്റും. നോക്കണം, എടുക്കുന്ന ഇങ്ങനെ നോക്കട്ടോ. കണ്ടോ അടിപൊളിയിൽ ദോശളി വന്നു കണ്ടോ. ഇപ്പോൾ എണ്ണ പറ്റി കൊടുക്കാതെ തന്നെ രണ്ടാമത്തെ ദോശ നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. എളുപ്പമാണെങ്കിൽ നല്ലതാണ് കേട്ടോ. നല്ല ഇത് കാഞ്ഞി പോയി വരുന്നുണ്ട്. കുറച്ച് സമയം എടുക്കാം. പിന്നെ നല്ലോണം ചട്ടി നല്ല അടുക്കി പിടിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു എണ്ണ പരട്ടി കൊടുക്കാം കേട്ടോ. കണ്ടോ ഇപ്പോൾ ഇത് കണ്ടോ എത്ര പെട്ടെന്ന് നോക്കെ അടിയിട്ട് വന്നത്. ഇതുപോലെ നിങ്ങൾ ദോശ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. എണ്ണ ഇപ്പം ഇനി എണ്ണ വെട്ടി കൊടുക്കണ്ട, ചട്ടിന്നൊന്നും പറ്റിയില്ല. വീണ്ടും അതേപോലെ തന്നെ ദോശ ഉണ്ടാക്കി കൊടുക്കാം. നല്ല അടിപൊളി ദോശയാണ് കേട്ടോ. നമുക്ക് തിന്നാനാണെങ്കിലും നല്ല രസമുണ്ട്. കറി ഇല്ലാതെ തന്നെ നമുക്ക് തിന്നാനാണെങ്കിലും നല്ല രസമാണ് കേട്ടോ. കുറച്ച് സമയം കൊടുക്കുക. പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട് കേട്ടോ. എണ്ണ കൊടുത്തി കഴിഞ്ഞാൽ അടി നല്ല ഇങ്ങനെ നമുക്ക് അതുപോലെ പരത്തിയെടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. എണ്ണൻ്റെ ഇത് ഞാൻ വെച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ നല്ലോണം പറ്റി പിടിച്ചാൽ മാത്രം എണ്ണ പരട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ ദോശ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം ഇതുപോലെ തന്നെ ദോശ ഉണ്ടാക്കാം. ഇതിപ്പോൾ ദോശ അടുത്ത ദോശ കണ്ടോ കായുന്നില്ലെങ്കിൽ ഇതുപോലെ തന്നെ എടുക്കട്ടെ. ഇത് പെട്ടെന്ന് മതിയാവും കണ്ടോ. ഇതുപോലെ നിങ്ങളെല്ലാവരും ദോശ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ പോസാക്കണം. പോസ് സ്റ്റോപ്പ്. എൻ്റെ എഗ്ഗ് കറി റെഡിയായി കേട്ടോ. എഗ്ഗ് കറി ഈ ദോശൻ്റെ കൂടെ എഗ്ഗ് കറി റെഡി ആവുന്നുണ്ട്. പിന്നെ നമ്മൾ പോവുകയാണ്. വീട്ടിലത്തെ പണിയൊക്കെ കഴിഞ്ഞു. രാവിലെ നീത്താനെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ നല്ല മഴ പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പോകുന്നുള്ളതാണിത്. നല്ല മഴ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ പോവാതിരിക്കാൻ പറ്റില്ല. പിന്നെ സ്കൂൾ തുറക്കാറായി. അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. എല്ലാം അലക്കി കഴിഞ്ഞു. കുറച്ച് വൃത്തിയാക്കാനാണ്. സൺഡേ അല്ലേ. പിന്നെ ഓരോ ആഴ്ച സൺഡേ നമുക്ക് കിട്ടാറില്ല. അപ്പോൾ രാവിലെ പോകേണ്ടി വരുന്നത്. ഇപ്പം ഇന്ന് ഞങ്ങൾക്ക് രാവിലെ പോകാൻ ടൈം കിട്ടാതുകൊണ്ട് ഉച്ച കഴിഞ്ഞ് പോകാമെന്ന് വിചാരിച്ച്. വീട് വൃത്തിയാക്കാൻ കുറച്ച് ഉണ്ടാവുന്നുണ്ട്. നല്ല മഴ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ വൈകിട്ട് വരുമ്പോൾ തിരിച്ച് വരുന്ന സമയത്ത് നല്ല മഴയായിരിക്കും തോന്നുന്നുണ്ട്. അങ്ങനെ കുറേ ദൂരമൊന്നുമില്ല, കുറച്ച് അടുത്താണ്. ഇങ്ങനെ വിശേഷങ്ങളാണ്. ഇന്നത്തെ വീഡിയോ കാണാൻ ഞാനിപ്പം പറയുന്ന പോലെ തന്നെ ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട്. സ്കിപ്പ് ചെയ്യാൻ നിങ്ങളെല്ലാവരും കാണുക. അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ ഏട്ടത്തിൻ്റെ വീട്ടിലേക്ക് ഞാൻ ബസ്സിൽ പോയാണ് കേട്ടോ. 2 റൂട്ടുണ്ട്. ഇത് വരുന്നത് നമ്മൾ ആലമ്പാട് റോഡെന്ന് പറയും. ആ റൂട്ടിൽ കൂടിയിട്ടാണ് എന്ന് പോയത്. എൻ്റെ അറബന എന്ന് പോയിട്ട് എനിക്ക് ആ റൂട്ടിന് പറഞ്ഞാൽ വളവും ചെരിവുള്ള ബസ്സാണ്. എനിക്ക് അവിടെ ഏട്ടത്തിൻ്റെ വീട്ടിൽ തലക്കറക്കം പറഞ്ഞ് ഞാൻ തലക്കറങ്ങിപ്പോയി കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് ഡയറക്റ്റ് ഞങ്ങൾ റോഡിൽ പോയി ഒരു പ്രോബ്ലം. ഇത് ഇപ്പോഴും എൻ്റെ തല ഇങ്ങനെ കറങ്ങുന്ന പോലെ. ബസ് ഇങ്ങനെ പോയി എൻ്റെ മുഖത്ത് പോയെങ്കിലും എത്തുന്നില്ല. പക്ഷെ ബസ്സിൻ്റെ പൈസ ഉള്ള അത്ര തന്നെ കേട്ടോ. പക്ഷെ നല്ലതാണ്. അതിന് പോകുമ്പോൾ ഒരു ഹരിത പ്ലേസ് എന്നറിയും. അപ്പം എല്ലാം എപ്പോഴും നമ്മൾ ഒരേ റൂട്ടിൽ പോകുമ്പോൾ നമുക്കെല്ലാം കാണുന്ന സ്ഥലത്ത് തന്നെ. പക്ഷെ നമുക്ക് എപ്പോഴെങ്കിലും ഈ റൂട്ടിൽ പോകാൻ അന്നേരം ആ ബസ്സിൽ കയറുന്ന സമയത്ത് അപ്പോൾ ബസ്സിൽ കയറുന്നവർ ഇത് അങ്ങോട്ട് പോകുന്നല്ലേ കേട്ടാ, ഇത് ഇങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ ഇന്ന സ്ഥലത്ത് പോകുന്നല്ലേ, അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ബസ്സിൽ ഇറങ്ങുമ്പോൾ ഒരു ഇത്ത പറയുന്നേ അത് ഇന്ന സ്ഥലത്തേക്ക് പോകുന്നല്ല, ഞാൻ പറഞ്ഞ ഞാൻ അങ്ങോട്ട് പോവില്ലേ എന്ന് വെച്ചാൽ ബസ്സിൽ കയറുമ്പോൾ അവരങ്ങനെ പറയും. അപ്പോൾ ഞാൻ ഡ്രൈവറോട് ചോദിച്ചു ഇന്ന സ്ഥലത്തേക്ക് പോകില്ല. അവിടെ ബോർഡിൽ നമുക്കറിയില്ല, ബോർഡിൽ വെച്ച് അതുകൊണ്ടല്ലേ നമുക്ക് കയറുന്നത്. ഇവരെ ഇറങ്ങുമ്പോൾ കയറുമ്പോൾ ഇവരിങ്ങനെ പറയുന്നട്ടാ.
എൻ്റെ വീട്ടിലെത്തിയപ്പോൾ ഏട്ടത്തിയുടെ യൂണിഫോമിൻ്റെ പകുതി സ്റ്റിച്ച് ചെയ്യുന്നുണ്ടായതാണ്. എൻ്റെ ഏട്ടത്തിന് നിങ്ങൾക്ക് അറിയാൻ പറ്റും, അവൻ നല്ലൊരു വ്ളോഗറായ മോണിയായതാണ്. തൈമാസ് കിച്ചൺ എന്നാണ് ചാനലിൻ്റെ പേര്. എല്ലാവരും പോയി സപ്പോർട്ട് ചെയ്യുക, വീഡിയോ മെമ്പർഷിപ്പ് എടുക്കുക കേട്ടോ ആ ചാനലിൽ പോയി. അങ്ങനെ അമ്മ എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ തിരിച്ച് വരികയാണ്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ എനിക്ക് പരിചയം. അപ്പോൾ ഞാൻ ബസ്സിൽ പോകുന്ന ഓഫീസിൽ പോകുന്ന ബസ്സിൽ തന്നെയാണ് എനിക്ക് വരുമ്പോഴും എനിക്ക് ആ ബസ്സിലാണ് കുറച്ച് കൺസെഷൻ കിട്ടുന്നുണ്ട്. കൺസെഷൻ കിട്ടുന്നതുകൊണ്ട് ഏകദേശം ഞാൻ ബസ്സിലാണ് ഞാൻ പോകാൻ ശ്രമിക്കുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ ബസ്സിൽ വരാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം കൂടുതൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വെയിറ്റ് ചെയ്യാണ്ട് എന്നിട്ട് എൻ്റെ അടുത്ത വിളിച്ച് ചോദിച്ചുകൊണ്ടായി എന്ത് ഇത്ര ലേറ്റായി. പക്ഷെ നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് വരുമ്പോൾ ബസ്സിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. 1/4 മണിക്കൂർ ഹോൾഡ് ചെയ്യണം അവർ ഉറപ്പായിട്ട് കഴിഞ്ഞു. മൂത്തമണ്ടപ്പൂര് വന്ന് അങ്ങനെ ഇത്ര വിശേഷങ്ങളാട്ടോ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട്. എൻ്റെ വീട് ഇഷ്ടപ്പെട്ടാണല്ലോ. ഏകദേശം ഭാഷയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഭാഷയൊക്കെ എൻ്റെ ലാംഗ്വേജ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ എന്നാൽ ക്ഷമിക്കണം കേട്ടോ. എൻ്റെ കാസർഗോഡ് ലാംഗ്വേജ് അല്ലേ. അപ്പോൾ ഞാൻ വോയിസ് അവർ കൊടുക്കുന്നില്ല. ഇത് ഡയറക്റ്റ് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ വോയിസ് അവർ കൊടുക്കുന്നുണ്ട്. ശരിക്കും നമുക്ക് ശുദ്ധം ഒരു ലാംഗ്വേജ് ആയിട്ട് വരില്ല. നമ്മൾ കാസർഗോഡ് മിക്സ് ഉണ്ടാവും കേട്ടോ. ഇത്രയും എൻ്റെ വീഡിയോ ഇത്രയും കാര്യങ്ങളായിരുന്നു ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ അടിപൊളി കമൻറ്റ് ചെയ്യണേ. ഓക്കെ ബൈ ബൈ. ഇൻഷാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ ബൈ. പുരി വന്നല്ലേ മൂത്തമണ്ട പുരി വന്ന് അമ്മ ഇപ്പം വന്നാക്കിയതാണ്. നേരത്തെ ഉണ്ടയാ നേരത്തെ നമ്മൾ താഴെ കിഞ്ഞിട്ടാലോ.